പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളെല്ലാവരും കണ്ടിട്ട്, കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പം നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ വീട്ടിലെ ഇപ്പോൾ ഗ്രാൻഡ് പാരന്റിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആൽഫിയുടെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കുറേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്, മക്കാവും, പിന്നെ ഒരു ഒരു ഗിനിപ്പന്നി, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഫാം ഇങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് അതൊക്കെ അങ്ങനെ ഡെവലപ്പായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോസ് കുറേ ഇടാണ്ടിരുന്നിട്ടുള്ളത്. എന്നാലും നമ്മൾ ഷോർട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാൻഡ് പാരന്റിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നവംബർ 1-നാണ് നമ്മളുടെ ഗ്രാൻഡ് പാരന്റിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് 6 പെയറാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത്. അതിൽ 3 കുഞ്ഞുങ്ങളെ വെച്ച് ഓരോ പെയറിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 3 പെയറിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റേണ്ട ഒരു ഏജായി. അപ്പോൾ അതിൽ നിന്ന് ഈ 3 പെയറിലത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കൂട്ടിന്നാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കുഞ്ഞുങ്ങള് എഗ് ചെയ്ത് വിരിഞ്ഞത് ഈ കൂട്ടിലാണ്. ഒരു 50 ദിവസം പ്രായമായിട്ടുള്ള അത്യാവശ്യം നല്ല വെളുപ്പുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ മുന്നത്തെ ഷോർട്ടിലൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആൽഫിയേട്ടനുണ്ട് എൻ്റെ കൂടെ, അപ്പോൾ ഞങ്ങളുടെ പിള്ളേരുണ്ട്. എല്ലാവരും ആ ഗിനിപ്പന്നിയുടെ അടുത്താണ് കേട്ടോ. ഞങ്ങളുടെ പിള്ളേരൊക്കെ അവിടെയാണ് നിൽക്കണേ. അവർ ഓടി പോവാണ് കേട്ടോ. അപ്പോൾ ആൽഫിയേട്ടൻ ആ കുഞ്ഞുങ്ങളെടുക്കും. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട്, കാരണം ഇവർ നമ്മൾ ശരിക്കും അറ്റാക്ക് ചെയ്യും കുഞ്ഞുങ്ങളെ. അപ്പോൾ ആൽഫിയേട്ടനാണ് കുഞ്ഞുങ്ങളെടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ കൂട്ടിലൊരു 3 ഉണ്ട്. ഇങ്ങനൊരു കുട്ടികൾ നമ്മൾ മുമ്പ് എടുത്തു. അപ്പോൾ ഈ കൂട്ടിലെ 3 കുട്ടികളെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവര് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എടുക്കണത് വലിയ ഇഷ്ടമുള്ള ആൾക്കാരൊന്നും, കാരണം ഇവർ അത്ര നന്നായി കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട്. പക്ഷെ കുറെ നാള് നമുക്ക് ഈ ബ്രീഡിംഗ് ബോക്സിന്റെ ഉള്ളിൽ അവർ ഇടാൻ പറ്റില്ല. കുഞ്ഞുങ്ങളിരിക്കണ അയ്യോ, അമ്മയുടെ ചെറുകിന്റെ കീഴിലാണ് ഇരിക്കണേ. ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട് 3 ആളും. ഇവരൊക്കെ എടുക്കുന്നത് വലിയൊരു ടാസ്കാണ്. നല്ല വിഷമമുള്ള ഒരു കാര്യമാണ്. വിഷമം മാത്രമല്ല, എൻ്റെ കൈ ചിലപ്പോൾ ഇവര് എന്ത് കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് പിടിച്ചേ, കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് പിടിക്കും. അപ്പം ആദ്യം എന്തായാലും നല്ല പടം കിട്ടും കൈമ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ കാണാൻ പറ്റില്ലേ, അവളാണ് കയറി പോകാനുള്ളൊരു ഭാവം ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അപ്പം ഞാൻ കൈമൊരു തുണിയൊക്കെ ചുറ്റി, എന്തായാലും കടിക്ക് വരും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മളൊരു തുണിയൊക്കെ ചുറ്റി വലിയൊരു പണി കിട്ടാത്ത ലെവലിലേക്ക് എടുക്കാനാണ് നോക്കുന്നത്. ഓ എന്തേ അവളെ ചകയുണ്ട്. ഇതാണ് നമ്മളെടുത്ത ഒരു കുട്ടി. ആദ്യത്തെ കുട്ടീനെ ഇവിടെ നിന്ന് എടുക്കണത്. അതായത് നമ്മുടെ സംഭവ സെക്ഷനിൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഒരു കുളമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ആ കുളത്തിൽ ഇപ്പൊ നമ്മള് ഗ്രാൻഡ് പാരന്റിന്റെ വലിയൊരു കൂട് സൺകുണൂർ പോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുട്ടിട്ടാ. ഇവിടെ ഇവര് പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ കുട്ടി ഇതാണ്. അപ്പൊ ആദ്യത്തെ കുട്ടീനെ നമ്മൾ എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. അപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ഗ്രാൻഡ് പാരന്റ് കൺമണി.
സൺഗ്ലോറിനെ നമ്മൾ കുറെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കുട്ടീനെ എടുക്കാൻ പോകണം. 3 കുട്ടികളും അവിടെ നിന്ന് മാറുന്നില്ല. അമ്മയും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കുട്ടീനെ നമ്മൾ എടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടി. ഇതാണ് വലിയ കുട്ടിയില്ല, മൂന്നാമത്തെ കുട്ടി. നമ്മള് 3 കുഞ്ഞുങ്ങളെയും എടുത്തിട്ടുണ്ട്. വലിയ കുഞ്ഞുങ്ങളെ ലാസ്റ്റ് എടുത്തേ. പക്ഷെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ശബ്ദമല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ 3 കൂട്ടിലെ കുട്ടികളെ നമ്മൾ എടുത്തു. തൊട്ടിപ്പുറത്ത് രണ്ടാമത്തെ കൂട്. ഇതിൽ 3 കുട്ടികളുണ്ടായി. 4 മുട്ടയിട്ടിരുന്നു. 3 വിരിഞ്ഞു. ഒരു മുട്ട പൊട്ടിപ്പോയി. അതിൽ ഒരു കുട്ടീൻ്റെ വലിയ കുട്ടീനെ നമ്മൾ മുമ്പ് എടുത്തു കേട്ടോ. ഇനി ഇതിൽ 2 കുട്ടികളാണ് ഉള്ളത്. ആ 2 കുട്ടികളെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ആ 2 കുട്ടികളും നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. വലിയ ബുദ്ധിമുട്ട്. ഞാൻ ഇത്തിരി കഷ്ടം. ഞാൻ കുഞ്ഞിനൊന്നും എടുക്കട്ടെ. ഓ കതി അവള് തീരെ സമ്മതിക്കണില്ല. കുഞ്ഞിനെ എടുക്കട്ടെ. തുണി തന്നെ എടുക്കേണ്ടി വരും. കടി പെട്ടെന്നുള്ളത്. ഒരു കുഞ്ഞിനെ എടുക്കട്ടെ. ഇനി നിങ്ങൾക്ക് വീണ്ടും ഒക്കെ ചെയ്യണ്ടേ? ഇവരെ ഇതിൻ്റെ ഉള്ളിട്ട് വളർത്തിയാൽ മതിയാ. അതുകൊണ്ട് എടുക്കാൻ. അപ്പൊ കടിക്കുമെന്ന് ഉറപ്പാണ് നമുക്ക്. അപ്പൊ എന്തായാലും തുണി ഇട്ടിട്ട് നമുക്ക് എടുക്കാം. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ മുന്നിൽ. കൈമൊരു തുണി ഇട്ടിട്ട് കിട്ടി പണി കിട്ടി. മറ്റേ മഴ അത്ര ഈസി അല്ല. ഒരുപാട് വയലന്റ് ആണ് തരണ്ടി. പിടി ഈ ഒരു ഗ്യാപ്പിലെടുക്കണം. കണ്ടും പിടി. അയ്യോ ഔട്ടറിയാടി. ഞാൻ കല്ലുമാറ്റുമ്പോൾ ഔട്ടറിയാം. വേഗം അപ്പോ നമുക്കൊരു വളരെ സന്തോഷം നിറഞ്ഞൊരു മൊമെന്റാണ് ഇങ്ങനെ കുട്ടികളെ എടുത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ. നമുക്ക് വലിയ സന്തോഷമുള്ള മൊമെന്റാണ്. പക്ഷേ മേക്കൊക്കെ കൂടി. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്കൊട്ടും സന്തോഷമുള്ള മൊമെന്റ് അല്ല. നമ്മള് ഒന്നും ചെയ്യില്ലേ. നോക്കാം എടുക്കാറായിട്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ് നല്ല രീതിയിൽ വളർത്തിയോണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ് നല്ല രീതിയിൽ വളർത്തിയോണ്ട്. ഇതും കൊണ്ടപ്പനാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട്. അപ്പനും ഒന്ന് കണ്ടോ. ഇല്ലാന്ന് ഒന്നുമില്ലാന്ന്. അമ്മോ പഠിക്കില്ല. പൊളിഞ്ഞു കൈ പൊളിഞ്ഞു. അല്ല ഇത് ഞാൻ തുണി കൂട്ടി പിടിച്ചിട്ട്. തുണി കൂട്ടാണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കട്ടായി പോകും. വലിയ വരെ കട്ടാവും. അപ്പോൾ തുണി പിടിക്കുമോ? രണ്ടു വീണ്ടും പിടിക്കും. ഇനി നോക്കണം. ഇരുവാ രണ്ട്
ഇനി ഒരു കൂട്ടില് നമുക്ക് നോക്കണം. അടുത്ത കൂട്ടിയിൽ നമ്മൾ എടുക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മോന്റെ കയ്യിലാ. മര്യാദക്ക് പിടിച്ചോളാട്ടാ. ഇതിനേക്കാളും കുഞ്ഞു കേട്ടാ പിടിച്ചോളാട്ടാ. ഇല്ലടാ താഴെ വെച്ചോട്ടവൻ. താഴെ വെച്ചോ. നോക്കിയത് കാട്ടി. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് പിന്നത്തെ കൂട്ടിലെടുക്കാൻ വന്നപ്പോ ഇവിടെ പ്രതികരിക്കാനായിട്ട് അവിടുത്തെ അപ്പനും അമ്മയും അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വല്ലാണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. പിന്നെ കുട്ടികൾ അത്യാവശ്യം വലുപ്പമായിട്ടില്ല, നമ്മൾ എടുക്കേണ്ട ഒരു വലുപ്പമായിട്ടില്ല. അപ്പോ കുറച്ച് ദിവസം കഴിട്ട് നമുക്ക് എടുക്കാൻ വരാം. എടുക്കടാ കുട്ടികളെ രണ്ടാള് ഞങ്ങളുടെ കൂടെ കിളീനെ നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ. ഇഷ്ടായ സുറ്റാ? കുഞ്ഞു കുട്ടികളാ. നമുക്ക് വീട്ടിലായിട്ടില്ല. നമ്മുടെ ഫുൾ ടൈം ഇപ്പൊ ഗിനിപ്പന്നിയുടെ കൂടെ ബേർഡ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഗിനിപ്പന്നി വന്നപ്പോഴാണ് കേട്ടാ. സംഭവം നല്ല ക്യൂട്ടല്ലേ. ചെറുതിനെ എടുക്കണ അപ്പൊ എടുത്തു തരാം. അതെ മാറ് അപ്പൊ എടുക്കട്ടെ. എല്ലാവരും ഫുഡ് ടൈമാണ് കേട്ടാ. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. കയ്യിൽ പിടിക്കുക. കൈ കഴുകണട്ടാ. കയ്യിൽ പിടിക്കുക. കൈ കാണിക്കാം. അപ്പൊ പിടിച്ചു തരാം. കൈ കാണിക്ക്. ഇങ്ങനെ പിടിക്കാ. പൂച്ചയുടെ പോലെ പിടിക്കാനാ. നമുക്ക് വേന എടുക്കുന്നതാണോ? സൂപ്പറല്ലേ? മക്കൾക്ക് ഭയങ്കര ഇഷ്ടായി. അപ്പൊ ഞാനത് കുറച്ചധികം എടുത്തു വന്നിട്ട് കൊടുക്കാം. പിന്നെ അതെ പിന്നെ നമുക്ക് നമ്മുടെ ചോളത്തിന്റെ ഇല നമ്മൾ ഡെയിലി ചോളം ടൗണിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ചോളത്തിന്റെ ഇല നമുക്ക് വേസ്റ്റ് വരുന്നത് എന്നും കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൊണ്ടുവന്നിടാനും നല്ല കത്തിച്ച് പരിപാടി. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഇല ഇതൊരു ബൂം ബൂം എന്ന് പറഞ്ഞിട്ട് തിന്നോളൂ. ഹലോ കുഞ്ഞിറ്റങ്ങൾക്ക് തിന്നാറായിട്ടുണ്ടോ? ബെഡിന് ഹോസ്പിറ്റൽ. ഞാൻ വരുന്നുണ്ട്. ഞാൻ ഉച്ചതിരിഞ്ഞ് വരാം. ഞാൻ ഇറങ്ങുള്ളൂ. ഇവന് കുഞ്ഞിട്ട് എടുത്ത് കൊടുക്കാം. വീടിനുള്ളിൽ വളർത്താണെങ്കിൽ അവൻ അങ്ങനെ വളർത്തില്ലടാ. അത്ര ഇഷ്ടമായിട്ടുണ്ട്. കുഞ്ഞിന്റെ പോലല്ലേ? നോക്കിട്ടാ എടുക്കണ. മതി അത്ര ഞാനെടുക്കണ. അവിടെ കൊണ്ട് അവിടെ വെക്കേ. എല്ലാവരും അച്ഛനും അമ്മയും കുട്ടികളും കുട്ടിപ്പണി ഇനി എടുക്കണ്ടടാ. ഞങ്ങളവിടെ വെച്ചുകൂടാ. പാല് കുടിച്ചോട്ടെ. ഇത് ഞാൻ വെച്ചോ? ഞങ്ങള് കുഞ്ഞുങ്ങളെടുത്ത് കൊണ്ടുവന്ന് പേടിച്ചു വരണതാ. കണ്ടാ കണ്ടാ ഓടി പോയി. കണ്ടാ അമ്മയുടെ അടുത്തേക്ക് പാല് കുടിക്കണം. കണ്ടാ പാല് കുടിക്കരുത്. കണ്ടാ കൊറേ ഗിനി പിഗ് വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഇതില്.
നമ്മുടെ ഗ്രാൻഡ് പാരന്റ് എവിടെയാടാ? സ്വന്തമായി. അപ്പൊ നമ്മള്